എൻ്റെ പേര് ബേസിലാണ്. ഞാൻ വീട് കോതമംഗലത്താണ്. ഞാൻ പഠിച്ചത് ഗോഡ് സോണിലാണ്. എൻ്റെ ജർമ്മൻ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തത് ഗോഡ് സോണിലാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആണ് അവിടെ. നമുക്ക് നല്ലൊരു കെയർ, ഒരു ഹോംലി കെയർ തന്നെ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് സാറുമാരിൽ ഒരാളാണ് എനിക്ക് കിട്ടിയത്. സാറിൻ്റെ പേര് സാവൻ എന്നാണ്. സാറ് പഠിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാൻ സാധിച്ചത്. നല്ലൊരു ബേസിക് എനിക്ക് ഗോഡ് സോണിൽ നിന്ന് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്കിപ്പോൾ ഹോസ്റ്റൽ സൗകര്യമായാൽ തന്നെ നമുക്കെല്ലാവർക്കും അവിടുത്തെ വാർഡന്മാരായാലും എല്ലാ നല്ല ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ ലൈഫിൽ. എനിക്ക് ഏറ്റവും ബെറ്ററായിട്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ക്ലാസ് വൈസ് പറയുകയാണെങ്കിൽ തന്നെ എല്ലാ ക്ലാസ് റൂമും നമുക്ക് നല്ല സ്റ്റഡി അറ്റ്മോസ്ഫിയർ ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന ഒരു ക്ലാസ് റൂം തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പഠിപ്പിക്കലിനായാലും എല്ലാവരും നല്ല ബെസ്റ്റ് ടീച്ചേഴ്സാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് വളരെ നല്ലതായിരുന്നു. ഞാൻ ഗോഡ് സോണിൽ എത്തിപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ചാച്ചൻ മുഖേനയാണ്. ചാച്ചൻ്റെ കൂട്ടുകാരൻ്റെ മോള് ഗോഡ് സോണിലാണ് പഠിച്ചത്. അപ്പം ചാച്ചൻ സജസ്റ്റ് ചെയ്തതാണ് ഗോഡ് സോൺ. ഏതായാലും അത് എൻ്റെ ലൈഫിലൊരു നല്ല തീരുമാനമായിരുന്നു. ഞാൻ എക്സാം എഴുതി 4 മാസം കൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് അതിനുള്ളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്ത് തന്നു. ബെസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്കത്ര സ്ട്രെസ് ഉണ്ടായില്ല. ഞാൻ ഓൾറെഡി ഒരു ടെൻഷനുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അത്ര സ്ട്രെസ് ഉണ്ടായില്ല. അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. അതെല്ലാം പാസ്സാവാൻ പറ്റി. അപ്പോൾ 4 മാസം കൊണ്ട് പ്രോസസ്സിങ്ങിൻ്റെ കാര്യമായാലും എല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ നന്നായിട്ട് കിട്ടി. പിന്നെ ആദ്യമായിട്ട് ഫ്ലൈ ചെയ്യാൻ പോകേണ്ട ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ വീട്ടുകാരെ വിട്ടു പോകണതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഗോഡ് സോൺ.